പരിപൂർണമായിട്ടും. ഇതാ ഞാൻ കൈരളി TV-യുടെ പടി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഞാൻ വേണം നെഞ്ചി കൈവിട്ട് പറയാം. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ജോൺ ബ്രിട്ടാസ് ആണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്. എന്താണ് ഏഷ്യാനെറ്റിൽ നിന്ന് വീണ്ടും കൈരളിയിലേക്ക്? ഇതൊരു അനിവാര്യതയാണ് നികേഷ്. കേരളീയുടെ പ്രൊമോട്ടർമാരും ഡയറക്ടർ ബോർഡും മടങ്ങി വരണമെന്ന് അഭ്യർത്ഥിച്ചു. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു സ്നേഹനിർഭരമായിട്ടുള്ള നിർബന്ധത്തിന് എനിക്ക് വിധേയനാകേണ്ടി വന്നു. പഠിച്ചു. എടോ സന്തോഷം, ഇതിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ട കാര്യം. ഇവരെല്ലാം കൂടി കോട്ടും ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ സാധാരണ ഇതിൽ മലയാളി ധരിക്കുന്ന വസ്ത്രങ്ങളല്ല. അല്ല, മലയാളിക്ക് കോട്ട് ധരിക്കുന്നവർ മുഴുവൻ ആണെങ്കിൽ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും നിങ്ങളുടെ ചാനലിലുള്ള ആളുകൾ വരെ ധരിക്കുന്നുണ്ട്. ഇത് നോക്ക്, ഇപ്പൊ നോക്ക്, ഈ ഡിസൈനർ സന്തോഷം വേണ്ടിട്ട് മാത്രമല്ല അബ്നോർമൽ. നമ്മളിപ്പോ നമ്മുടെ ചർച്ച മലയാളം. ഈ പരിപാടി കഴിയുമ്പോൾ 3-4 പെണ്ണുങ്ങൾ നമ്മളോട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ സാധാരണ ഇതിൽ മലയാളി ധരിക്കുന്ന വസ്ത്രങ്ങളല്ല. എനിക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യാനോ എനിക്ക് അപ്രാപ്യമായ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും നിലപാട് പറയാനോ എനിക്ക് പറ്റില്ല. ഇത് കൈരളിക്ക് ഒരു വ്യത്യസ്ത ഭാവവും തലവും ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു പാർട്ടി ചാനലായിരുന്നില്ല. കൈരളി എന്നുള്ള സ്ഥാപനം ഒരു പാർട്ടി ചാനലല്ല. അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, യഥാർത്ഥത്തിൽ കൈരളിയെ എനിക്കിപ്പം കൈരളി TV-യുടെ ബോർഡ് റൂമിൽ നടക്കാൻ പോകുന്ന ചർച്ചയെക്കുറിച്ചോ നടന്ന ചർച്ചയെക്കുറിച്ചോ എനിക്കൊരു പരസ്യമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് അത് പങ്കുവെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം, വലതുപക്ഷ ആക്രമണം, ബഹുമുഖ ആക്രമണമാണ്. അതിങ്ങനെ പാർട്ടിയെ നിരന്തരമായി ഞെക്കി ഞെരുക്കി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൈരളിയുടെ നിയോഗിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം. ആക്രമണത്തിൽ നികേഷൊക്കെ പങ്കെടുക്കുന്നുള്ളൂ. നികേഷ് മനസ്സിലാക്കണം. ആ ഒരു ആക്രമണത്തിൽ ഞാൻ അടക്കം എന്ന് വേണമെങ്കിൽ കേൾക്കാം. അതെ, നീയൊക്കെ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. അതിനൊന്നും സംശയമില്ല. ആ കുറ്റവാളികളോട് ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ശരി, നീ ആക്രമിക്കാൻ പോവാണ്, ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലും എന്ന് ഒരു കത്തിയെടുത്ത് നിന്നെ കൊല്ലല്ല. ഇവിടെ എന്തുകൊണ്ട് കൈരളിക്ക് ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ കുറെ കൂടി ഒരു ഇടതുപക്ഷ ചാനലാക്കാൻ കഴിയുന്ന ഒരു നിലയിൽ ബ്രിട്ടാസ് കൈരളി എന്നുള്ള സ്ഥാപനം ഒരു പാർട്ടി ചാനലല്ല. അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായാലും ബ്രിട്ടാസ് കൈരളിയിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് പോയി. ഏഷ്യാനെറ്റിലേക്ക് പോകുമ്പോൾ അവിടെ എത്ര ശമ്പളം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആണുങ്ങളുടെ ശമ്പളം ചോദിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ശമ്പളം ചോദിക്കാൻ കിട്ടുന്ന അത്രയധികം ജീവിത സൗകര്യങ്ങൾ മാറിയ ഒരാൾ വീണ്ടും കൈരളിയിലേക്ക് വരണമെങ്കിൽ അത് ഈ പറയുന്ന ഒരു ഇടതുപക്ഷ ചാനലാക്കി മാറ്റണം എന്ന ഉദ്ദേശം കൊണ്ടല്ല. അങ്ങനെ ഒരു നിർദ്ദേശം പോലും കൈരളിയിൽ നിന്ന് സംസാരിച്ചത് വ്യക്തമായ സ്ഥിതിക്ക് ഇതിലൂടെ കൈരളി കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ടായിട്ട് ജോൺ ബ്രിട്ടാസിനെ കേരളം അറിയുന്നത്, കേരളത്തിലെ പ്രേക്ഷകരെ അറിയുന്നത്, വായനക്കാരെ അറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ്. എന്റെ DNA ഏതാണ്? ജോൺ ബ്രിട്ടാസ് ഒരു CPIM-ന്റെ അംഗമാണ്. ഞാൻ ഒരു ഇന്നേ വരെ ആര് പറഞ്ഞു താങ്കളുടെ അടുത്ത്? നിഷേധിക്കൂ. ആര് പറഞ്ഞു? നിഷേധിക്കൂ. ഞാൻ അല്ലെങ്കിൽ നിഷേധിക്കാമല്ലോ. ഏത്? ജോൺ ബ്രിട്ടാസ് CPIM അംഗമാണ്. ഞാൻ CPIM-യുമായിട്ട് ഒത്തു പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മമ്മൂട്ടി അല്ലല്ലോ കൈരളിയുടെ എല്ലാം പിണറായി വിജയനല്ലേ. അപ്പൊ പിണറായി വിജയനുമായി അങ്ങനെ ഒരു ധാരണയില്ലാതെ ബ്രിട്ടാസ് പോകില്ല, ബ്രിട്ടാസ് തിരിച്ചു വരില്ല. ഇല്ല, ഞാൻ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മമ്മൂട്ടി, അതുപോലെ തന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് കൈരളി TV-യുടെ ചെയർമാൻ എന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ കൈരളിയുടെ പ്രൊമോട്ടർമാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തോടും ഞാൻ പറഞ്ഞിരുന്നു, അതിനകത്ത് മറച്ചു പിടിക്കേണ്ട കാര്യമില്ല. അതായത് വിജയേട്ട എന്തെങ്കിലും തരത്തിൽ എൻ്റെ ആവശ്യം വരുവാണെങ്കിൽ ഞാൻ വന്നോളാം. അപ്പം പോകുമ്പോൾ പിണറായി വിജയനോട് വലിയ തോതിൽ കടപ്പാടും പറഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റിലേക്ക് പോയത്. ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരോടും കടപ്പാടില്ല. ഇവിടെ ഏഷ്യാനെറ്റിൽ എന്താണ് പഠിച്ചത്? അതൊക്കെ ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞായിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിയെ മോശക്കാരനാകാൻ വേണ്ടി ജോൺ ബ്രിട്ടാസ് എന്നുള്ള വ്യക്തി ഉപയോഗപ്പെടുത്തിയില്ല. നെഞ്ചി കൈവച്ചു പറയാം. ഏതായാലും ആശംസകൾ ബ്രിട്ടാസ്.